എൻ്റെ ചിഹ്നത്തിൽ എനിക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചു. എൻ്റെ വൈഫ് സുധയ്ക്കും കൈപ്പത്തി ചിഹ്നത്തിൽ അവരുടെ ഭർത്താവിന് വോട്ട് ചെയ്യാൻ സാധിച്ചു. അതാണ് ഒരു പ്രത്യേകത. ഈ വലിയ നിരയാണ്, സ്ത്രീകളടക്കമുള്ളൊരു നിരയാണ്, അത് ഏതെങ്കിലും തരത്തിൽ ഞാൻ പറഞ്ഞില്ലേ ജനങ്ങൾ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം അവരൊരു MP-യുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ട് എന്ത് വില കൊടുത്തും എന്നെ ജയിപ്പിക്കുക എന്നുള്ളത് വോട്ടർമാരുടെ പിന്നെ ഒരു പ്രതിജ്ഞയാണ്. അത് രാഷ്ട്രീയമൊന്നുമില്ല, ഈ വരുന്ന UDF ഒന്നുമല്ല, എല്ലാവരും, എല്ലാ പാർട്ടിയുടെ എല്ലാവരും ഇത്തവണ എനിക്ക് അനുകൂലമാണ്. അത് രാഷ്ട്രീയമൊന്നുമല്ല, രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഞാൻ 5 വർഷം പ്രവർത്തിച്ചതെന്ന് അവർക്ക് നന്നായിട്ടറിയാം. എൻ്റെ വീട്ടിൽ വരുന്നതൊന്നും UDF ഒന്നുമല്ല, LDF ഉണ്ട്, BJP, എല്ലാ പാർട്ടിക്കാരും വരുന്നുണ്ട്. വരുന്നവരാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ അധികാര പരിധി നിന്നുകൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ വീട്ടിൽ എന്ത് ചടങ്ങ് നടന്നാലും എന്നെ വിളിക്കുന്നുണ്ട്, ഞാനൊക്കെ പോകാറുണ്ട്. ഇവിടെ നമുക്കറിയാമല്ലോ, ഈ ഉത്തര മലബാർ എന്ന് പറഞ്ഞാൽ തെയ്യങ്ങളുടെ നാടാണ്. ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ, വയനാട്ട് കുലവൻ, മുച്ചിലോട്ട് ഭഗവതി, അതുപോലെ പിന്നെ ഉറൂസുകൾ, പള്ളി പെരുന്നാളുകൾ, നിക്കാഹ്, കല്ല്, എന്ത് ഒരു വീട്ടിലൊരു സന്തോഷം നടന്നാൽ MP അവിടെ ഉണ്ടാവും. സങ്കടം ഉണ്ടായാൽ അവരോടൊപ്പം ഞാൻ അതിനുണ്ടാവും. അമ്പലങ്ങളിലെല്ലാം എന്നെയാണ് വിളിച്ചിട്ടുള്ളത്, സ്കൂളുകളിലെല്ലാം എന്നെ വിളിച്ചിട്ടുള്ളത്, സാംസ്കാരിക വേദികൾ മുഴുവൻ ഞാനാണ് ഈ 5 വർഷം പോയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 40,430 വോട്ട് തന്ന് ജയിപ്പിച്ച ജനങ്ങളോട് പരിപൂർണമായി ഞാൻ നീതി പുലർത്തിയിട്ടുണ്ട്, സത്യസന്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എനിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായി മാറും. അത് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞത് 1,00,000-ൽ കൂടുതൽ എൻ്റെ ഭൂരിപക്ഷം കവിയും. ഇത്തവണ വരുന്ന വോട്ടർമാർ ഏത് പാർട്ടിക്കാരായാലും എൻ്റെ ചിഹ്നം കാണുമ്പോൾ എനിക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ അവർക്കാവില്ല. അത്ര കണ്ട് ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഞാൻ സ്നേഹിച്ചു. അവരും ഞാനുമായി താതാത്മ്യം പ്രാപിച്ചു എന്ന് വേണമെങ്കിൽ പറയാം.